ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനും റിമാൻഡിൽ. ജനുവരി 1 വരെയാണ് റിമാൻഡ് കാലാവധി. ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഷിജോ, രണ്ട് നിർണായകമായ അറസ്റ്റ്. ഇപ്പോൾ രണ്ടുപേരെയും റിമാൻഡ് ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി CS മോഹിതന് മുമ്പാകെ രണ്ട് പ്രതികളെയും കൊണ്ട് ഹാജരാക്കിയത്. ജഡ്ജിയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു രണ്ട് പ്രതികളെയും ഹാജരാക്കിയത്. സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി, കർണാടകയിലെ ബെല്ലാരിയിലുള്ള സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, ഈ രണ്ടുപേരെയും ഇപ്പോൾ 14 ദിവസത്തേക്ക് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി CS മോഹിത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. ജനുവരി 1 വരെ. ഇപ്പോൾ ജഡ്ജിയുടെ വസതിയിൽ കൊണ്ടുവന്ന് ഏതാണ്ട് 10 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന നടപടികൾ പൂർത്തിയാക്കി പ്രതികളുമായിട്ട് പോലീസ് സംഘം തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ കേട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേരുകളാണ്. നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി ആയാലും മുരാരി ബാബു ആയാലും N വാസു ആയാലും പത്മകുമാർ ആയാലും ഇവർക്കപ്പുറത്തേക്ക് മുരാരി ബാബുമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഏറ്റവും അടുത്ത രണ്ട് ബന്ധമുള്ള ആളുകൾ കൂടിയാണ് ഇപ്പോൾ ഈ അറസ്റ്റിലാവുകയും ഇപ്പോൾ റിമാൻഡിലാവുകയും ചെയ്തിരിക്കുന്ന പങ്കജ് ഭണ്ഡാരിയും അതുപോലെ തന്നെ ഗോവർദ്ധനും. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഒരുപക്ഷെ അന്വേഷണ സംഘം SIT കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചേക്കും. 2 ദിവസം, നാളെ ശനിയാഴ്ചയാണ്. അങ്ങനെ 2 ദിവസം കോടതി പ്രതികൾ റിമാൻഡ് കഴിയുകയും തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി മറ്റ് അന്വേഷണമായി മുന്നോട്ട് പോകാനായിരിക്കും SIT നിലവിൽ തീരുമാനിക്കുക. നമുക്ക് വരും മണിക്കൂറിൽ ഈ പറയുന്ന റിമാൻഡ് റിപ്പോർട്ടിലെ ഉള്ളടക്ക സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഷിജോ കുര്യനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.